ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നിങ്ങളുടെ കുണ്ടറയിലെ ഡീലിന്റെ പ്രത്യുപകാരം ഞങ്ങൾ തൃശ്ശൂർ കണ്ടതാ. തൃശ്ശൂർ കണ്ടതാ നിങ്ങളുടെ കുണ്ടറയിലെ ഡീലിന്റെ പ്രത്യുപകാരം. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. 600 രൂപ നിങ്ങൾ 600 രൂപയായ പെൻഷൻ 18 മാസം കുടിശ്ശികിട്ടിട്ട് ഇറങ്ങിപ്പോ UDF 3000 രൂപ പെൻഷൻ കൊടുക്കുന്നവരെ കൊണ്ടതോടാണ് വിഴുകാൻ ഞങ്ങൾ വിട്ടികളല്ല. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? UDF-ൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബിനു ചുള്ളിയിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ബിനു ചുള്ളിയെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഞാനിന്ന് വായിച്ചു. അപ്പൊ അതിന് പ്രകാരമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളിപ്പം ആരോഗ്യ മേഖലയെ പറ്റി തന്നെയാണല്ലോ പറയുന്നത്. 25 ലക്ഷം രൂപയുടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് നാണമുണ്ടോ? ശ്രീമാൻ ഉമ്മൻചാണ്ടി വയ്യാതെ കിടന്നപ്പോ 1 രൂപ ഈ UDF-ന് കൊണ്ടുകൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ചികിത്സാ സഹായ പദ്ധതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? പിന്നെ അടുത്ത ചോദ്യം, എനിക്ക് സംസാരിക്കാനുണ്ട്. ചോദ്യം എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. KSRTC-യുടെ ലാഭത്തെ പറ്റി KSRTC-യിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ അനുവാദം കൊടുക്കും. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറയുന്നുണ്ടല്ലോ. ഈ KSRTC കട്ടപ്പുറത്തിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അന്ന് ഭരണത്തിലിരുന്നത് ആരാണ്? KSRTC ശമ്പളം കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് വകുപ്പ് കൈകാര്യം ചെയ്ത് KB ഗണേഷ് കുമാർ ആണെങ്കിലും അന്ന് ഇച്ഛാശക്തിയുള്ള ഇതൊരു നടക്ക് പോണ മാതിരില്ല. പറഞ്ഞു തീരട്ടോ. ചോദ്യം നിങ്ങൾക്ക് അവസരമുണ്ടല്ലോ. പ്ലീസ് ആ ചോദ്യം ചോദിക്കട്ടെ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? KSRTC ഇന്ന് ഇത്രമേൽ വമ്പിച്ച വിജയത്തിലേക്ക് എത്തിച്ചത് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റിന്റെ കീഴിൽ KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വന്നതിന് ശേഷമാണ് കേട്ടോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കാര്യം പറയുന്നുണ്ടല്ലോ നിങ്ങൾ. ഡീലിന്റെ കാര്യം കുണ്ടറയിൽ PC വിഷ്ണുനാഥ് ജയിച്ച ആ ഡീലിനെ പറ്റി ഒന്ന് വിശദീകരിക്കണം കോൺഗ്രസ്സുകാര്. PC വിഷ്ണുനാഥ് ഈ കുണ്ടറയിൽ ലോക്കൽ ബോഡി ഗവൺമെന്റിന്റെ മത്സരത്തിൽ 30,000-30,000-ഓളം വോട്ട് നേടേണ്ട സ്ഥലത്ത്, വോട്ടുള്ള സ്ഥലത്ത് 20,000 നിയമസഭാ ഇലക്ഷൻ 20,000 വോട്ട് നേടേണ്ട സ്ഥലത്ത് ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. 6,100 രൂപ വോട്ട് നേടിക്കൊണ്ട് ആർക്ക് വേണ്ടിയാണ്? ക്ലിയർ. ബിനു, ഈ ചോദ്യത്തിനുള്ള മറുപടി വളരെ വേഗത്തിൽ കൊടുക്കണം. അതിനിടയിൽ ആരും സംസാരിക്കുന്നത്. അദ്ദേഹം മറുപടി പറയട്ടെ. അതിനു മുമ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ വളരെ വേഗത്തിൽ ഈ ചോദ്യത്തിനുള്ള മറുപടി അല്ല, എന്നോട് ചോദിച്ചതിനെല്ലാം മറുപടി പറയണം. കഴിഞ്ഞ ഘട്ടത്തിൽ രാഹുലിനോട് ചോദിച്ചപ്പം രാഹുൽ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തൊരു കാര്യമുണ്ട്. ഇവിടെ പൊളിറ്റിക്കൽ ക്രിമിനലായിട്ട് G സുധാകരൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്നിട്ട് 2013 ഈ ജില്ലയിൽ കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചു. പിണറായി വിജയനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എത്ര പ്രതികളെ പിടിച്ചു? പുറത്താക്കിയ പ്രതികളെ എല്ലാം അകത്തിട്ടല്ലോ. ആഭ്യന്തര വകുപ്പിന്റെ കാര്യമാ. പിന്നെ എന്താ പറയണ്ടേ? ഞാനല്ലേ പറയണ്ടേ പൊളിറ്റിക്കൽ ക്രിമിനൽ. പറയട്ടെ. ഇവിടേക്ക് പറയൂ, ആളുകളോട് മൈക്ക് ചേർത്ത് വെച്ച് പറയൂ. പൊളിറ്റിക്കൽ ക്രിമിനൽ ഉണ്ട് എന്ന്, പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന് സുധാകരൻ UDF വന്നപ്പോഴല്ലല്ലോ പറഞ്ഞത്, ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. എന്താ നിങ്ങൾ നടപടി എടുക്കാഞ്ഞേ? ഇനിയും പറയാം, അതും പറയാം. ഈ ആലപ്പുഴ നഗരസഭയില് 1.5 കോടി രൂപയുടെ ലഹരി പദാർത്ഥം പിടിച്ചു. പാർട്ടി പുറത്താക്കി. അതിനൊന്നും ഇല്ലേ? നിങ്ങൾക്കറിയുമോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ, നല്ല മനുഷ്യരായ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ നിങ്ങൾ പുറത്താക്കിയ ആളെ ഇടവേളയിലേക്ക് പോകണം. വളരെ വേഗത്തിൽ ആലപ്പുഴ നഗരസഭയെ മത്സരിപ്പിച്ചു. ചോദ്യത്തിന് മറുപടി ചോദിച്ച ചോദ്യത്തിലേക്ക് വയനാട് ഞാൻ പറയും. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഞാൻ പറയാം ചേച്ചി. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ചേച്ചി അവിടെ ഇരിക്ക്, ഞാനല്ല പറയുന്നേ. ചേച്ചി അവിടെ ഇരിക്ക്. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഞാൻ പറയാം. ചേച്ചി ഇവിടെ വന്നിരിക്ക്, ഞാൻ പറയാം.
നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അറിയോ? ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയാം. ചേച്ചി കേക്ക്, ചേച്ചി അവിടെ ഇരിക്കവിടെ ആ, ബിനു, പറയൂ, ഉത്തരത്തിലേക്ക് വരൂ. പേരിൽ കോൺഗ്രസ് പാർട്ടി UDF ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ അറിയാം. നോണെങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. നടപ്പിലാക്കിയിട്ടുണ്ട്. കർണാടകയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, ഹിമാചലിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നടപ്പിലാക്കാൻ അറിയാം, ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അത് ചേച്ചിയുടെ ഔദാര്യം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ പറഞ്ഞല്ലോ. എന്തറിഞ്ഞിട്ടാ ചേച്ചി പറയുന്നത്? ചേച്ചിയാണോ ചികിത്സ സഹായം കൊടുത്തേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ചേച്ചിയാണോ ചികിത്സ സഹായം കൊടുത്തേ? ഞാൻ പറയാം. ഉഴവൂർ വിജയൻ എന്ന് പറഞ്ഞ ഒരു സഖാവ് പിണറായി വിജയന്റെ കീഴിലുള്ള ആരോഗ്യ ടീം ഡോക്ടർ സീമ അദ്ദേഹത്തെ പരിശോധിച്ച് ചികിത്സിച്ച് ആയുസ് നീട്ടിക്കൊടുത്തത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ആ മനുഷ്യൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാഞ്ഞിട്ട് നിങ്ങളുടെ കുണ്ടറയിലെ ഡീലിന്റെ പ്രത്യുപകാരം ഞങ്ങൾ തൃശ്ശൂർ കണ്ടതാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഞാൻ പറയുന്നത് കേൾക്കൂ. ആ മനുഷ്യൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാഞ്ഞിട്ട് നിങ്ങളുടെ കുണ്ടറയിലെ ഡീലിന്റെ പ്രത്യുപകാരം ഞങ്ങൾ തൃശ്ശൂർ കണ്ടതാ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഞങ്ങൾ തൃശ്ശൂർ കണ്ടത് നിങ്ങളുടെ കുണ്ടറയിലെ ഡീലിന്റെ പ്രത്യുപകാരം. പിന്നെ 600 രൂപ നിങ്ങൾ 600 രൂപയായ പെൻഷനാ 18 മാസം കുടിശ്ശിട്ടിട്ട് ഇറങ്ങിപ്പോ UDF. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. 600 രൂപ നിങ്ങൾ 600 രൂപയായ പെൻഷനാ 18 മാസം കുടിശ്ശിട്ടിട്ട് ഇറങ്ങിപ്പോ UDF 3000 രൂപ പെൻഷൻ കൊടുക്കുന്നവരെ തൊണ്ട തൊടാതെ വിഴുകാൻ ഞങ്ങൾ വിട്ടികളല്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. 600 രൂപ നിങ്ങൾ 600 രൂപയായ പെൻഷനാ 18 മാസം കുടിശ്ശിട്ടിട്ട് ഇറങ്ങിപ്പോ UDF 3000 രൂപ പെൻഷൻ കൊടുക്കുന്നവരെ തൊണ്ട തൊടാതെ വിഴുകാൻ ഞങ്ങൾ വിട്ടികളല്ല. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഞങ്ങൾ വിട്ടികളല്ല. പിണറായി വിജയൻ പറയുന്നത് നടപ്പാക്കാൻ പറ്റുന്നത് മാത്രം പറയും. പിണറായി വിജയൻ ഗവൺമെന്റ് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഫണ്ടുകളുടെ കഥയൊക്കെ കുറെ പറയുന്നുണ്ട്. ആ വയനാട് ഫണ്ടിന്റെ കണക്ക് ഇപ്രാവശ്യമെങ്കിലും ഒറ്റ ചോദ്യം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇവിടെ ഫസ്റ്റ് പറഞ്ഞ ആള് പറഞ്ഞ് പിണറായിയുടെ കുടുംബമാണ് ഇപ്പം LDF സർക്കാർ എന്ന്. ഞാനൊക്കെ ജനിച്ചപ്പോ മുതൽ കേൾക്കുന്ന ഒരു വാർത്ത ഉണ്ട്. എന്റെ ധാരണ നെഹ്റു കുടുംബമാണ് കോൺഗ്രസ് എന്നായിരുന്നു. ഇപ്പോഴും അതിന് ഒരു മാറ്റമില്ല. അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ചോദ്യം, വയനാട് ഫണ്ട് അമ്പലപ്പുഴയിലെ പൈസ എത്രയാണ്? കൂപ്പൺ വെച്ച് പിരിച്ച പൈസ. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. വയനാട് ചൂരൽമലയിൽ ദുരന്തമുണ്ടായി. DYFI പറഞ്ഞു 20 കോടി. അതിലേക്കല്ല, നിങ്ങളുടെ കണക്ക് പറയൂ. ഞാൻ പറയും. ബിനു, ഒരു കാര്യമുണ്ട്. ബിനു, ഒരു ചോദ്യത്തിന് മറു ചോദ്യമല്ല ഉത്തരം. ചോദ്യത്തിന് ഉത്തരം പറയും. അല്ല, അതിനുശേഷം ആദ്യം ചോദ്യത്തിന്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവും ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.